വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ നെയ്യപ്പമാണ് കേട്ടോ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പച്ചരി എടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു കപ്പ് അളവാണ് നമ്മൾ പച്ചരി എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കണം. പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഇതാ 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കണം. വെള്ളം വാർത്തെടുത്ത് അരി വേറെ വെക്കണം. അപ്പോൾ അരി വേറെ വെച്ചതിന് ശേഷം നമ്മൾ ശർക്കര പാനി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർക്കര പാനത്തിന് വേണ്ടിയിട്ട് ഇതാ 400 ഗ്രാമിനടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ്. നമ്മൾ നേരത്തെ അരി എടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനി ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം മുരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി പച്ചരി നമ്മൾ അരച്ചെടുക്കുന്നത് ഈ ശർക്കരപ്പാനീയത്തിലാണ്. അപ്പോൾ ശർക്കരപ്പാനിയും നല്ല ചൂടുണ്ടാവാൻ പാടില്ല, കുറച്ച് ചൂടാറണം. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ശർക്കരപ്പാനി ഇതാ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിയൊരു ചൂട് വേണം കേട്ടോ, കറക്റ്റ് റൂം ടെമ്പറേച്ചറിലല്ല വേണ്ടത്. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഇതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ്. ഇതും നമ്മൾ അളവനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. 1 കപ്പ് അളവാട്ടോ എടുത്തിട്ടുള്ളത്, നമ്മൾ അരി അളന്ന 1 കപ്പ് അളവ്. ഇനി ഇതാ നമുക്കിത് അരച്ചെടുക്കാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 to 5 ഏലക്കയൊക്കെ എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ജാറിലേക്ക്. നമ്മൾ പകുതിയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അളവിന് പച്ചരി നമ്മൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പകുതി അളവിന് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ശർക്കര പാനി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര പാനി നല്ല ചൂടാവാനോ അല്ലെങ്കിൽ നല്ലപോലെ തണുക്കാനോ പാടില്ല കേട്ടോ. പിന്നെ അരച്ചെടുക്കുമ്പോൾ നമ്മളിതാ നല്ല സ്മൂത്തായിട്ട് അല്ല അരയ്ക്കേണ്ടത്, ചെറിയൊരു തരി വേണം. ഇതുപോലൊരു തരി വേണം. എന്നാൽ അരി കടിക്കുന്ന പോലെ ആവരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ ഈ ഒരു ചെറിയ തരിയിൽ നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ അരച്ചെടുക്കാം. ബാക്കിയുള്ള ശർക്കര പാനിയും ഇതിലേക്ക് പിന്നെ അരച്ചെടുക്കുകയാണ്. അധികം ലേറ്റ് ആവരുത്, അപ്പോൾ നമ്മുടെ പാനിയും പിന്നെയും തണുത്ത് പോകും. അപ്പോൾ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മളിവിടെ മൈദ ആഡ് ചെയ്യുന്നില്ല, പകരം ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ബാച്ചിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി നമ്മൾ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യത്തെ ബാച്ചിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2 ബാച്ചും നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ 2 നുള്ളി ഉപ്പിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ നല്ലപോലെ ഒന്ന് നമ്മളത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് എള്ളാണ്. അപ്പോൾ ഞാനിവിടെ എള്ളിന് പകരം കരിഞ്ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എള്ള് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക. കരിഞ്ജീരകമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. അതേപോലെ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ വറുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം 6 to 8 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. റെസ്റ്റ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ എടുത്താൽ മതി. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് ഇവിടെ 1 കപ്പാണ് കേട്ടോ ശർക്കര പാനി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റണ്ട. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം റെഡി ആവില്ല കേട്ടോ. അതേപോലെ അരി നമ്മൾ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളം വിട്ടു പോകാൻ ശ്രദ്ധിക്കണം. അതിൽ നിന്നും വെള്ളം എക്സ്ട്രാ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. എണ്ണ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ആദ്യത്തെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്.
വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ട് ഇത് പൊങ്ങി വരും. ഇനി ആ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ അളവും കറക്റ്റായിരിക്കണം. വളരെ കുറഞ്ഞ ഓയിൽ ഇത് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മളിതുപോലെ കോരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കടിഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് രണ്ട് സൈഡും പതിയെ തിരിച്ചിട്ട് നമ്മൾ മെല്ലെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും, നെയ്യപ്പത്തിൻ്റെ പെർഫെക്റ്റ് കളറും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് പതിയെ രണ്ട് സൈഡും തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, എണ്ണ നല്ല ചൂട് കുറഞ്ഞിട്ട് കുറേ നേരം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നെയ്യപ്പം നല്ല കട്ടിയാവുകയാണ് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നെയ്യപ്പത്തിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്യപ്പം പല രീതിയിലും ഉണ്ടാക്കുക. അപ്പോൾ ഒരു രീതിയിലുള്ള നെയ്യപ്പമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. So see you next video. Till then, take care and bye bye.